INS സൂററ്റിലാണ് പരിക്കേറ്റവരെ മംഗളൂരുവിൽ എത്തിക്കുന്നത്. ഇതുവരെ AJ ഹോസ്പിറ്റലിലേക്ക് മാറ്റും എന്നാണ് അറിയുന്നത്. ഷഫീഖ് നസ്രുല്ല ചേരുന്നുണ്ട്. ഷഫീഖ്, എപ്പോഴത്തേക്കാണ് INS അങ്ങോട്ട് എത്തിച്ചേരുന്നത്? ഇതിന്റെ ഒരു സമയം, സൂററ്റ് എത്തുന്നതിന്റെ ഒരു സമയം അറിയിച്ചിട്ടുണ്ടോ? ഏത് ആശുപത്രിയാണ് സജ്ജമായിരിക്കുന്നത്? തുറമുഖത്ത് നിന്ന് എത്തിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം സജ്ജമാണോ? 10 മണിയോടുകൂടി ഇവരെയും കൊണ്ടുള്ള കപ്പലെത്തും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ 10 മണിയോടുകൂടി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 12 മണിയാവും എന്നാണ് മനസ്സിലാവുന്നത്. ഇവരെ AJ ആശുപത്രിയിലാണ് എത്തിക്കുക. 5 പേർക്ക് ഇതിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ 5 പേരിൽ 2 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഈ 5 പേരെയും AJ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സക്ക് വിധേയമാക്കും. പൂർണ്ണമായ സജ്ജീകരണം, ഡോക്ടർമാർ അടക്കമുള്ള ആളുകൾ, ആരോഗ്യ പ്രവർത്തകർ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയതായാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പോർട്ടിലെത്തിയ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ഈ ക്രൂ അംഗങ്ങളെ എത്തിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 12 മണിയോടുകൂടിയാവും ഇവരെ എത്തിക്കാനാവുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 10 മണിയോടുകൂടി തന്നെ AJ ആശുപത്രിയിൽ എത്തിക്കാനാവും എന്നാണ് കണക്ക് കൂട്ടിയത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ സജ്ജീകരണങ്ങളും AJ ആശുപത്രിയിൽ ഒരുക്കിയിരുന്നു. പക്ഷേ കപ്പൽ 10 മണിയോടുകൂടി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 12 മണിയാവും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന ഒരു സൂചന. 12 മണി കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. 5 പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 പേർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനാവശ്യമായ സർവ്വ സജ്ജീകരണങ്ങളും AJ ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇത് എത്തിയ ഉടൻ തന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ മംഗളൂരു പോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. യെസ്, ഈ പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന, അതായത് സമയവുമായി ബന്ധപ്പെട്ട് 10 മണി കഴിഞ്ഞ സാഹചര്യത്തിൽ എന്താണ് ലേറ്റ് ആവുന്നത് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാണ്. ഈ 18 പേരെയും ഒരേ ആശുപത്രിയിലേക്കാണോ? കാരണം അതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളുണ്ട്, കുറച്ച് അധികം അപകടം പരിക്കേറ്റിരിക്കുന്ന ആളുകളുണ്ട് എന്നാണ് അറിയുന്നത്. എല്ലാവരെയും ഒരു ആശുപത്രിയിലേക്ക് തന്നെയാണോ കൊണ്ടുപോകുന്നത്? 18 പേരിൽ 5 പേർക്കാണ് പരിക്ക് പറ്റിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആ 5 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. മറ്റു 3 പേർക്ക് അത്ര സാരമുള്ളതല്ല പരിക്ക്. 18 പേരിൽ മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കുകളില്ല. എങ്കിലും ഈ 18 പേരെയും AJ ആശുപത്രിയിലേക്ക് തന്നെയാവും എത്തിക്കുക. 2 പേർക്ക് അതീവ ഗുരുതരാവസ്ഥയിലുള്ള 2 പേർക്ക് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ, വിദഗ്ധ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയെന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഈ പോർട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനവും, ആംബുലൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയും, പോലീസിന്റെ സംവിധാനത്തോടുകൂടി സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. 10 മണിയോടുകൂടി എത്തും എന്നാണ് പോർട്ട് അധികൃതർ നേരത്തെ വാർത്താക്കുറിപ്പിൽ തന്നെ അറിയിച്ചിരുന്നത്. ഈ 10 മണിക്ക് എത്താതിരിക്കാൻ സാങ്കേതികമായ ചില കാരണങ്ങളാൽ 10 മണിയോടുകൂടി എത്തേണ്ടത് ആയിരുന്നു. പക്ഷേ ഇല്ല, 12 മണിയാവും എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നൽകിയിട്ടുണ്ട്. ഈ 18 പേരെയും AJ ആശുപത്രിയിൽ തന്നെയായിരിക്കും എത്തിക്കുക. 5 പേർക്കാണ് പരിക്കുള്ളത്. ഈ 5 പേരിൽ 2 പേർക്ക് തീവ്ര പരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയുള്ളതിനാൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. മറ്റുള്ളവർക്ക് പ്രാഥമികമായ ചികിത്സയും മറ്റു കാര്യങ്ങളും എന്താണ് വേണ്ടത് എന്നത് പരിക്ക് പറ്റാത്ത ആളുകൾ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ 12 മണിയോടുകൂടി തന്നെ AJ ആശുപത്രിയിൽ എത്തിക്കാനാവും എന്നാണ് ഇപ്പോൾ പോർട്ട് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം.